പ്രധാനമായ നിലയിൽ കാണുന്ന ചില വിഷയങ്ങളുണ്ട്. അതിലൊന്നാണ് ഇന്നലെ നമ്മൾ പ്രായപൂർത്തിയായ കുട്ടിയുടെ വിഷയം പറഞ്ഞു. അതുപോലെ തന്നെ കാറ് വസ്തുവൊക്കെ വാങ്ങി വിലയ്ക്ക് വാങ്ങിയിട്ട് അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുത്ത് നമ്മളെന്ന് പറഞ്ഞ് വാങ്ങിയിട്ടിട്ട് അത് കച്ചവടം ചെയ്ത കച്ചവടക്കാരുടെ കാര്യം അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒരാള് വ്യാപകമായി ഇപ്പൊ ഈ നാട്ടിൽ നടക്കുന്ന സംഭവം. ഒരാളിന് ഇപ്പൊ നല്ലൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഈ സൂപ്പർ മാർക്കറ്റിൽ അയാൾക്ക് നല്ല സുന്ദരമായ ബിസിനസ് എല്ലാം കൂടി കണക്ക് കൂട്ടിയപ്പോ 50 ലക്ഷം രൂപയുടെ മുതലുണ്ട്. എങ്ങനെ? കടയിൽ വിൽക്കുന്ന സാധനം ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് പല കമ്പനികൾക്ക് കൊടുത്ത് എല്ലാം കൂടെ 50 ലക്ഷം രൂപയുടെ മുതലുണ്ട്. അപ്പോൾ അയാളെ സംബന്ധിച്ച് സക്കാത്ത് 1.25 ലക്ഷം രൂപ സക്കാത്തായി. ഇയാൾ എന്ത് ചെയ്തു? ഒരു എളുപ്പമാർഗം നോക്കി. ഒരു 25,000 രൂപ സാമ്പത്തികമായിട്ട് നമുക്ക് കൊടുക്കാം. ബാക്കി 1 ലക്ഷം രൂപയ്ക്ക് നല്ല സൂപ്പർ കിറ്റ് 5,000 രൂപയുടെ 20 കിറ്റ് ഓടിക്കാം. ശ്രദ്ധിക്കണം, 20,000 രൂപ 5,000 രൂപയുടെ 20 കിറ്റ്, അപ്പോൾ 1 ലക്ഷം രൂപയായി. 25,000 രൂപയായിട്ട് നമുക്ക് സക്കാത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന പലരുമുണ്ട്. പാടില്ല. 1.25 ലക്ഷം രൂപ സക്കാത്ത് എന്ന് പറഞ്ഞത് അത് സക്കാത്ത് തന്നെയാണ്. അത് സമ്പത്തായിട്ട് തന്നെ കൊടുക്കണം. ഒരു കാരണവശാലും സക്കാത്തിന്റെ തുക എടുത്തിട്ട് ഈ പറഞ്ഞതുപോലെ കിറ്റായിട്ട് കൊടുക്കാനോ പള്ളി നിർമ്മാണത്തിന് കൊടുക്കാനോ മസ്ജിദ് നിർമ്മാണത്തിന് കൊടുക്കാനോ ഈ സീസ് പണിക്കൊന്നും സക്കാത്തിന്റെ മുതൽ നിങ്ങൾ മാറ്റരുത്. കാരണം ഒരുപാട് അങ്ങനെ ചെയ്യും. എവിടെയെങ്കിലും പള്ളി വെക്കുന്നുണ്ട്, നമ്മുടെ 10,000 രൂപ സക്കാത്തിന്റെ വകയിൽ എഴുതി തള്ളുക. ആരാ നമ്മളെങ്കിലും പറഞ്ഞത്? ഏതെങ്കിലും സംഘടനക്കാരി കൊണ്ടുവരും, സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി 10,000 രൂപ അതിന് കൊടുത്തു സംഘടനയ്ക്ക്, അതും സക്കാത്തിൽ എഴുതി തള്ളുക. അങ്ങനെ എഴുതി തള്ളാനൊരു സാധനമല്ല. അള്ളാഹു നമുക്ക് തന്ന സമ്പത്താണ്. അള്ളാഹു തിരിച്ചു വെച്ച് 2.5%. 1 ലക്ഷത്തിന് 2,500 ചോദിച്ചിട്ടുള്ളൂ. 1 കോടിക്ക് വെറും 2.5 ലക്ഷം ചോദിച്ചിട്ടുള്ളൂ. 2.5%, 5% പോലും ഇല്ല. സർക്കാർ 18% പിടിക്കുന്നത്. അള്ളാഹു ചോദിക്കുന്ന 2.5% ഇങ്ങനെ നമ്മൾ മാന്തി വാരി അവിടെ ഇവിടെ കൊണ്ട് എറിഞ്ഞു കൊടുക്കുന്നത് അതൊക്കെയുള്ള സക്കാത്തിൽ തന്നെ നടക്കില്ല. അതുപോലെ നമ്മൾ ഈ പൈസ, ഈ സക്കാത്തിന്റെ പൈസ എടുത്തിട്ട് കഴിവുള്ള ആലിന്യങ്ങൾക്ക് കൊണ്ട് എന്ത് ചെയ്യുക? സക്കാത്തിന്റെ പറഞ്ഞ ആലിന്യങ്ങൾക്ക് ഉമ്മയ്ക്ക് വാപ്പയ്ക്ക് കൊടുക്കുന്നത് ഹദിയകളാണ്. ഹദിയകൾ കൊടുക്കുക. ഇനി ആലിന്യം വിഷമം അനുഭവിക്കുന്നവരാണെങ്കിൽ മാത്രം അവർക്ക് സക്കാത്ത് കൊടുക്കുക. അതല്ലാതെ എല്ലാ ആലിന്യം കൊണ്ടൊന്നും എന്ത് ചെയ്യരുത്? സക്കാത്തിന് മറുപടി തട്ടിക്കളയരുത്. ഒരു ആലിം വിഷമിക്കുന്ന ആളായാലും ഒരു വീടായിട്ടില്ല, കടം കൊണ്ട് വരയുന്ന ആളാണ്, നല്ലൊരു വാഹനം അയാളായിട്ടില്ല, ആ ഒരു അവസ്ഥയിൽ ജനിക്കുന്ന ആളാണോ നിങ്ങൾ സക്കാത്ത് തന്നെ കൊടുത്തോ. ഇല്ലെങ്കിൽ ഉമ്മാക്കും വാപ്പാക്കും സക്കാത്ത് കൊടുക്കരുത്. അത് ചില കുറേ നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് സക്കാത്ത് നമ്മൾ ഉമ്മയ്ക്കും വാപ്പയ്ക്കും കൊടുക്കണം. അതെന്താ കൊടുക്കേണ്ടത്? ഹദിയ, ആദരിക്കാൻ വേണ്ടി കൊടുക്കേണ്ടത്. ഉസ്താദുമാർക്ക് കൊടുക്കണം. അതെന്താ? ഹദിയ. കാരണം എന്താ? ഉമ്മയും വാപ്പയും നമ്മുടെ ശരീരത്തെ റെഡിയാക്കി തന്നു, ഉസ്താദുമാർ നമ്മുടെ കൽബിൽ പിടിച്ച് റെഡിയാക്കി തന്നു. ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് ഈ ശരീരം സ്വർഗത്തിലേക്ക് പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി അവർക്ക് കൊടുക്കുന്ന ഹദിയകളാണ്, ആദരിക്കാൻ കൊടുക്കുന്നത്. അതല്ലാതെ കാണുന്നവർക്കൊക്കെ എന്റെ സക്കാത്ത് കൊടുക്കരുത്. സക്കാത്ത് കൃത്യമായ അവകാശികൾ കുറെ പറയും 8 കൂട്ടര്. ആ 8 കൂട്ടരല്ലാതെ ആർക്കും അതിന്റെ വിഹിതം പോകാൻ പാടില്ല. ആ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഈ കിറ്റിന്റെ കാര്യത്തിൽ ഒരു കാരണവശാലും ഇടപെടരുത്. കിറ്റൊന്നും സക്കാത്തിന്റെ മുതലായിട്ട് ആരും എടുത്ത് കൊടുത്തു കളയുകയും ചെയ്യരുത്. ഇനി അടുത്തൊരു വിഷയമാണ് ചിട്ടി. ചിട്ടിയുടെ വിഷയത്തിൽ ഇപ്പൊ നമ്മുടെ അടിത്തറ തൊക്കെ വിട്ടുപോകരുത്. 595 ഗ്രാം വെള്ളിയുടെ പൈസ ഒരാൾ 30,000 രൂപ മാസം തോറും അടയ്ക്കുന്ന ഒരു ചിട്ടിക്ക് ചേരുന്നു. ഇച്ചിരി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കണക്കാണ്. 20 മാസം കൊണ്ട് തീരുന്ന ചിട്ടി 6 ലക്ഷം രൂപ. ആദ്യമായിട്ടൊരു ചിട്ടി അടയ്ക്കാൻ തുടങ്ങി. 30,000 രൂപ അടയ്ക്കുന്നുള്ളൂ. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ ചിട്ടി നമുക്ക് ഇങ്ങനെ അടിച്ചു, നമുക്ക് 6 ലക്ഷം രൂപ കിട്ടി, നമ്മൾ കൊണ്ടുപോയി ചെലവഴിച്ചു, നമുക്ക് അതുമായിട്ട് സക്കാത്ത് ഒന്നുമില്ല. നമുക്ക് 6ാമത്തെ മാസം വരെ ചിട്ടി അടിച്ചിട്ടില്ല. അപ്പൊ 6ാമത്തെ മാസമായപ്പോൾ 6 × 3 = 18, 1,80,000 രൂപ ഇപ്പൊ നമ്മുടെ തടവായി. അപ്പൊ നമ്മുടെ സക്കാത്തിന്റെ അടിത്തറ തുകയും കയറി. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം ഒരു 1,86 പറഞ്ഞു, 1,87 പറഞ്ഞു, ചിലപ്പോൾ 1,77 നിൽക്കും. ഇങ്ങനെയൊക്കെ ഏറ്റവും വെള്ളിയുടെ വില അനുസരിച്ച് മാറും. അപ്പൊ ഏകദേശം 1,80 വന്നു, 1,80,000 6 മാസം കൊണ്ട് വന്നു. അപ്പൊ നമ്മുടെ സക്കാത്തിന്റെ അടിത്തറ തുകയായി.
അവിടെ നിന്ന് പിന്നെ മുമ്പോട്ട്. അപ്പൊ അടിത്തറ തുകയിൽ നമ്മൾ എത്തി. അവിടെ എന്തായി, നമ്മൾ സ്റ്റോക്ക് ചെയ്ത് അതിനെ ഒന്ന് അടിക്ക് ഒന്ന് ഉറപ്പിച്ചു വെച്ചു നമ്മുടെ മനസ്സിൽ. എന്നിട്ട് വീണ്ടും ചിന്തിക്ക് ഇങ്ങനെ മാസം തോറും കൊടുക്കുക. 17ാമത്തെ മാസം കഴിഞ്ഞു. 18ാമത്തെ മാസത്തിലെത്തിയപ്പോൾ ഇത് 6 കഴിഞ്ഞിട്ട് 12 മാസമായതോ 1 വർഷമായി. മനസ്സിലായല്ലോ? 6ാമത്തെ മാസത്തിൽ സക്കാത്തിന്റെ അടിത്തറ തുകയായി. അതങ്ങനെ മുമ്പോട്ട് പോയി. 18ാമത്തെ മാസമായപ്പോൾ 1 വർഷം കഴിഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം? ഇത് 1,80,000 രൂപയുടെ സക്കാത്ത് കൊടുക്കാൻ സമയമായി. അത് കഴിഞ്ഞാൽ 19ാമത്തെ മാസം, അപ്പോഴും നമ്മുടെ ചിട്ടി അടിച്ചിട്ടില്ല. 19ാമത്തെ മാസമായപ്പോൾ അടുത്ത നമ്മുടെ 7ാമത്തെ മാസം അടച്ച 30,000 രൂപയ്ക്ക് 1 വർഷമായി. അപ്പൊ എന്ത് ചെയ്യണം? 7ാം മാസം 30,000 രൂപയുടെ സക്കാത്ത് കൊടുക്കണം. 7ാം മാസമല്ല, 19ാമത്തെ മാസം. 17ാമത്തെ മാസം കഴിഞ്ഞു. 18ാം മാസമായപ്പോൾ 1 വർഷം സക്കാത്ത് തുക എത്തിയിട്ട്. അപ്പൊ 18ാമത്തെ മാസം ആകുമ്പോൾ 1,80,000 സക്കാത്ത് കൊടുത്തു. പിന്നെ ഓരോ മാസം കഴിയും തോറും അടുത്ത് നമ്മൾ അടച്ചുകൊണ്ടിരുന്ന 30,000 ഇങ്ങനെ മാസം അടയ്ക്കുക. ആ 30,000 സക്കാത്ത് ഇങ്ങനെ അടച്ചടച്ച് പോകണം. അതാണ് ചിട്ടിയുടെ സക്കാത്ത്. ആദ്യമേ ചിട്ടി നമുക്ക് അടിച്ചു എങ്കിൽ നമുക്ക് ചിട്ടിയുടെ സക്കാത്തിനെ കുറിച്ചുള്ള ഒരു ചർച്ചയെ നമുക്ക് വരുന്നില്ല. ആ കാര്യവും ആ രൂപത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ ചിട്ടിയൊക്കെ ഉള്ളവര് ഈ പറഞ്ഞ ആരോഗ്യങ്ങളുമായിട്ട് നല്ലതുപോലെ ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് അതിന്റെ ശരിയായ വഴി അതൊക്കെ നമ്മൾ നല്ലപോലെ ആലോചിച്ചിട്ട് ചെയ്യുക. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. സക്കാത്ത് ബിന്ദിക്കാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞത് സക്കാത്ത് ഫയലാക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ മാഷാഅല്ലാഹ് അത്യാവശ്യം ബിസിനസ്സുകാർക്കൊക്കെ സക്കാത്ത് ഫയലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് 1 കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ആള് അയാൾ സക്കാത്ത് ഫയൽ എഴുതി വെക്കും. എൻ്റെ 2.5 ലക്ഷം രൂപ സക്കാത്ത്. അത് എഴുതി വെച്ചുള്ള ഗുണം എന്താ? നമുക്ക് ആ റമദാനിൽ നമ്മളൊരു ബന്ധുവാണ്, ഈ പറഞ്ഞ 8 കൂട്ടരിൽപ്പെട്ട ആളാണ് എങ്കിൽ അയാൾക്ക് വീട് പണി നടക്കുന്നു. കയ്യിൽ തുറന്ന് വലിച്ചു കൊടുക്കാം 30,000 രൂപ. നീയതി എന്റെ സമ്പത്തിന്റെ സക്കാത്താണ്. അപ്പൊ ആ 2.5 ലക്ഷത്തിനകത്ത് 50,000 മൈനസ് ചെയ്തു. നമ്മുടെ സ്വന്തം അടുത്ത ബന്ധുവാണ്, ഫക്കീർ മിസ്കീൻ അല്ലെങ്കിൽ കടം കൊണ്ട് വരുന്ന ആളെ പെട്ടതാ. അയാൾ രോഗിയായി, ഹോസ്പിറ്റലിൽ നടക്കാൻ പൈസയില്ല. നമ്മൾ 10,000 രൂപ എടുത്ത് അവർക്ക് കൊടുത്തു. നീയത്ത് ചെയ്തിട്ട് ഇതെന്റെ സമ്പത്തിന്റെ സക്കാത്ത്. അത് അർഹരാണ്. ആ 10,000 നമ്മൾ സക്കാത്തിൽ മൈനസ് ചെയ്തു. ഇങ്ങനെ അങ്ങോട്ട് മൈനസ് ചെയ്ത് പോയാൽ തുച്ഛമായ കാലം കൊണ്ട് നമുക്ക് കാണുന്ന നന്മയ്ക്ക് ഈ പറഞ്ഞ പോലെ അവകാശികൾക്ക് കൊടുക്കുമ്പോൾ അതൊക്കെ നിയന്ത്രണം ചെയ്ത് കൊടുക്കാം, വിശാലമായി കൊടുക്കാം. നമ്മുടെ കടം തീർക്കുന്ന പോലെ നമ്മൾ കൊടുക്കുന്നത് എന്തിന്? നമ്മുടെ 2 ലക്ഷം രൂപ വരെ താമസിച്ചതായി ക്ലോസ് ചെയ്യണം. ഇങ്ങനെ സക്കാത്ത് ഫയൽ സിസ്റ്റം നിങ്ങളാക്ക് റാഹത്തായിട്ട് കൊടുക്കാൻ നമ്മുടെ കടം തീരുകയും ചെയ്യും. അതുകൊണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം സമയം ഒരുപാടാണല്ലേ. നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിലാക്കാം. സക്കാത്ത് നമുക്ക് വൈകിപ്പിക്കാൻ ഒക്കുമോ? സക്കാത്ത് അങ്ങനെ വൈകിപ്പിച്ചാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വരും? എല്ലാം വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം പറഞ്ഞ വിഷയം മറന്നു പോകരുത്. ഇൽമിന്റെ നൂറ് അണയരുത്. ഇൽമിന്റെ നൂറ് സജീവമാക്കണം. 5 നേരത്തെ നിസ്കാരം റമദാൻ കഴിയും വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കരുത്. ജമാഅത്ത് വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കരുത്. അതുപോലെ ദുഹ, തഹജ്ജുദ്, അല്ലാഹുവിന്റെ ഇടപെടല്, ഖുർആനോദൽ, ദിക്ർ, സ്വലാത്ത്. ഇപ്പൊ നല്ല ചാൻസ് ആണ് ഈ റമദാനിൽ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കുക. അടുത്ത പരിശോധനാ വിഷയം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പരിശോധിച്ചു, നമ്മൾക്ക് ഓരോരുത്തർക്കും ഇൽമിന്റെ പ്രകാശം പോയോ ഇല്ലേ? അടുത്തൊരു പരിശോധന ഉണ്ടാകും, നമുക്ക് നാളെ ചർച്ച ചെയ്യാം. അപ്പൊ അതിന്റെ കൂടെ എന്ത് ചെയ്യാം? നമുക്ക് ഓരോരുത്തർക്കും ഒരു ദിവസം ചെയ്യേണ്ട അമൽ എന്താ? നമുക്കൊരു ടാർഗറ്റ് പട്ടിക തയ്യാറാക്കിയിട്ട് അതനുസരിച്ച് മുമ്പോട്ട് പോകാം. അള്ളാഹു നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ, നമ്മളെല്ലാവരും കബൂലാക്കട്ടെ. ഇന്നത്തെ നോമ്പ് ഒരു പോറലുമില്ലാതെ സന്തോഷത്തോടെ അള്ളാഹുവേ ഇന്നത്തെ നോമ്പ് ഒരു കേടുമില്ലാതെ പിടിച്ചുറപ്പ് എന്ന് പറയാൻ പറ്റുന്ന ആ സന്തോഷം നോമ്പ് മുറിക്കുമ്പോൾ നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വ അത്തുബു ഇലൈക്.